അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, സ്കംപീറ്റർ ഇന്നോവേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോവേഷനാണ് ദി ടാസ്ക് ഓഫ് ദി ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഐഡിയാസും ഇൻവെൻഷൻസ് എന്നാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊരു ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ന്യൂ ഡിവൈസസ് കണ്ടുപിടിക്കുക തന്നെയാണ്. ന്യൂ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിവൈസസിനെയൊക്കെയാണ് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ഓൺട്രപ്രണറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുന്നത്. ഇപ്പം പുതിയൊരു ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ 15, ഐഫോൺ 16 പ്രോ മാക്സ് അങ്ങനെയൊക്കെ വരില്ലേ. അപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഇക്കോണമിയിൽ എത്രത്തോളം സാമ്പത്തികമായിട്ട് എത്ര പേര് സ്റ്റാൻഡർഡൈസ്ഡ് ആവുന്നുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ കഷ്ടപ്പെട്ട് അവരുടെ സാലറി ഇൻകമൊക്കെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും പെർ ക്യാപിറ്റ ഇൻകം എല്ലാവരെയും നിന്ന് കൂട്ടും, അങ്ങനെ നാഷണൽ ഇൻകം കൂടാണല്ലേ ചെയ്യുക. അപ്പോൾ ശരിക്കും ഈ ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണറുടെ മനസ്സിലുദിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യം തന്നെയാണ്. എക്കണോമിക് ഗ്രോത്തിനാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ബിസിനസ് സൈക്കിൾ തന്നെ വരുന്നതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആണെന്നാണ് സ്കംപീറ്റർ പറഞ്ഞത് അല്ലേ. അപ്പം ശരിക്കും ഇന്നോവേഷൻ തന്നെ വലിയൊരു മാറ്റം തന്നെ എക്കോണമിയിൽ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇംപ്രൂവ്ഡ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവേഷൻ തന്നെയാണ്. അപ്പം അതായത് HYV സീഡ്സ് ഒരു ഇന്നോവേഷനാണ് അല്ലേ. പിന്നെ അഡോപ്ഷൻ ഓഫ് ന്യൂ ഇംപ്രൂവ്ഡ് ന്യൂ ടെക്നോളജി ലൈക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നാൽ ട്യൂബ് ലൈനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടെറസ് ഫാമിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അഡോപ്ഷൻ ഓഫ് ന്യൂ ഇംപ്രൂവ്ഡ് ടെക്നോളജി ഒക്കെയാണ്. പ്രൊഡക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോ മെറ്റീരിയൽ പുതുക്കുക, ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക. ഇപ്പം എല്ലാവരും കേരളത്തിലായാലും ഇപ്പം എല്ലാവരും ഇൻ ദ സ്കൂൾ പാനൽ ബോർഡ്സ് വെച്ചിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ ഈ ബോർഡൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പാനൽ ബോർഡായി മാറി. ഗൾഫ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇംപ്രൂവ്ഡ് ടെക്നോളജി ആയി, നോവൽ ബിസിനസ് മോഡലാക്കുന്നു. അതുപോലെ തന്നെ എക്സ്റ്റെൻഡിങ് സെയിൽസ് ടു അൺഎക്സ്പ്ലോർഡ് മാർക്കറ്റ്സ്. അപ്പം ചില മാർക്കറ്റിലൊന്നും നമ്മൾ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, അവിടെയൊക്കെ നമ്മൾ പ്രൊഡക്ട്സിനെ അവൈലബിൾ ആക്കുക. അപ്പം അങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, അതൊക്കെ ഇന്നോവേഷൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ പ്രൊഡക്റ്റ് എത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നതും ഇന്നോവേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതൊരു ഇന്നോവേഷനാണ്. അപ്പോൾ ഗ്രേറ്റർ എഫിഷ്യൻസി, കോമ്പറ്റീറ്റീവ്നെസ് കൂടും. എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ, അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ടൈമിങ്ങിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇവിടെ എഫിഷ്യൻസി ഉദ്ദേശിച്ചത് ഈ ഒരു പുതിയ മിടുക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്നല്ലോ. അപ്പം കോമ്പറ്റീറ്റീവ്നെസ് കൂടും. ഇന്നോവേഷൻ വന്നാൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടും. ഒരാൾ ചെയ്യുന്നതാണ്ട് മറ്റൊരു ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും കോമ്പറ്റീറ്റർ വരും. അപ്പോൾ പ്രോഫിറ്റ് എന്തായാലും കൂടും. പക്ഷേ ഈ ഇന്നോവേഷൻ ഈൽഡ് പ്രോഫിറ്റ് ഇൻ ദ ഷോർട്ട് ടൈമിലാണ് പ്രോഫിറ്റ് കൊണ്ടുവരുള്ളൂ. ബിക്കോസ് വൈഡ്ലി എല്ലാവരും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ സെല്ലേഴ്സ് ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പതിയെ കുറയുന്നത് കാണാൻ പറ്റും. അപ്പം ഷോർട്ട് ടൈമിന് മാത്രമേ ആ പ്രോഫിറ്റ് നമുക്ക് മോണോപോളിയിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതെല്ലാവരും വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്യും, വൈഡ്ലി എല്ലാവരും ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് കുറയും എന്നാണ് പറയുന്നത്. ശരിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേഷൻ കൊണ്ടുവരുന്നത്. ഒരു ഇന്നോവേഷൻ അല്ല, വീണ്ടും 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 പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് എക്കോണമി സ്റ്റാൻഡർഡൈസ്ഡ് ആവും. പണ്ടൊക്കെ വാറിന് നമ്മൾ വാളല്ല ഉപയോഗിക്കുക, ഇപ്പോൾ വാറിന് ബുള്ളറ്റ്സും അമ്യൂണിഷനും അല്ല നമ്മൾ യൂസ് ചെയ്യുക, അറ്റോമിക് കാര്യങ്ങളല്ല യൂസ് ചെയ്യുക. പണ്ട് എല്ലാവരുടെ കയ്യിലും നോക്കിയ ഫോണല്ല ഉണ്ടായിരുന്നത്, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സാംസങ് ആയി, ആൻഡ്രോയിഡ് ആയി. അപ്പം ഇനി എല്ലാവരുടെ കയ്യിലും ഐഫോൺ ആവും, അതുപോലെ തന്നെ ഗാലക്സി ഫോൾഡബിൾ ഫോണാവും. പിന്നെ ഇന്നോവേഷൻ എന്തായാലും റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റാണ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഇന്നോവേറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പം ഗ്രേറ്റർ ഇന്നോവേറ്റിംഗ് എബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇന്നോവേഷൻ്റെ കഴിവ് കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ സപ്ലൈ ഓഫ് ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ മറ്റാളുടെ മനസ്സിൽ അതിക്കും മേലെയുള്ള ഒരു ആശയം വരും. അപ്പം ഗ്രേറ്റർ സപ്ലൈ ഓഫ് ഓൺട്രപ്രണർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഗ്രേറ്റർ വിൽ ബി ദ റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അപ്പം അങ്ങനെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഭയങ്കര ഗ്രേറ്ററായി മാറും. ഇനി
ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഉണ്ട്. ഒരു എൻ്റർപ്രൈസിന് ഓർഗാനിക് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, നാഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇക്കണോമിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. അങ്ങനെ 5 ഒബ്ജക്റ്റീവാണ് ഒരു എൻ്റർപ്രൈസിന് ഉണ്ടായിരിക്കുക. ഒരു സ്ഥാപനത്തിന് 5 ഒബ്ജക്റ്റീവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവിനെ പറ്റി അറിഞ്ഞിരിക്കണ്ടേ നമ്മൾ. അപ്പം ഇതിൽ ഞാൻ ഓരോ പോയിൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പറഞ്ഞുതരാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. ഓർഗാനിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏബിൾ ടു സർവൈവ്, അതായത് കുറച്ച് കാലമൊക്കെ ഒന്ന് സർവൈവ് ചെയ്യണം. അതിനുശേഷം ആഫ്റ്റർ സർവൈവലാണ് ഒരു ബിസിനസ്സിന് എപ്പോഴും ഗ്രോത്തും എക്സ്പാൻഷനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കാലം മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണം, എല്ലാവരും അറിയണം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം. അതിനുശേഷം ആഫ്റ്റർ സർവൈവലാണ്, അങ്ങനെ നമ്മളൊന്ന് സർവൈവ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ ഗ്രോത്ത് ഉണ്ടാവുക. എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങും, എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യും, റിപ്പീറ്റഡ് പർച്ചേസ് ചെയ്യും, അപ്പം നമുക്ക് ഗ്രോത്ത് വരും. അങ്ങനെ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റുകളൊക്കെ കൂട്ടാം, അതിനെയാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പം ചാവക്കാട് ഒരു ഔട്ട്ലെറ്റ് വരും, തൃശ്ശൂർ ഒരു ഔട്ട്ലെറ്റ് വരും, വേറെ ജില്ലയിൽ വേറൊരു ഔട്ട്ലെറ്റ് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് അരുൺ ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റേ അലൈവായിട്ട് നിൽക്കുക. അപ്പം ആ സർവൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കോസ്റ്റ് മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് മാത്രം, ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ, പ്രോഫിറ്റ് ഒന്നും ഇനീഷ്യലി കിട്ടില്ല. അപ്പോൾ ബേസിക് മിനിമം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് തന്നെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഗ്രോത്ത് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടായ എക്സ്പാൻഷനും ഉണ്ടാവും. അപ്പം RL മേരീസ് തിയറി പറയുന്നുണ്ട്, ഗോൾ ഓഫ് ദ മാനേജർ എന്ന് പറഞ്ഞാൽ തന്നെ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് ആണെന്നാണ് RL മേരീസിൻ്റെ തിയറി പറയുന്നത്. മാനേജറുടെ ഗോൾ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കൽ മാത്രമല്ല, പ്രോഫിറ്റ് അല്ല മാനേജർ ശരിക്കുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡൊക്കെ കമ്മോഡിറ്റീസിന് കൂട്ടിക്കുക, അങ്ങനെ കൂട്ടിച്ചിട്ട് ഗ്രോത്ത് ഉണ്ടാക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. മാനേജറുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാനേജർ സക്സസ് ആയി എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും, മാനേജർ നല്ലൊരു ഗ്രോത്ത് ഈ കമ്പനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി എക്കണോമിക് ഒബ്ജക്റ്റീവ് ഉണ്ട്, ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. എക്കണോമിക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, സാമ്പത്തികമാണ്. സോ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു നിയോ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക് തിയറി പറയുന്നത് അങ്ങനെയാണല്ലോ. പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ ആണ് ഒരു ഫേമിന് എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഫേമിന് തന്നെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നിയോ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സിൽ നമുക്കറിയാമല്ലോ, ഡിമാൻഡും സപ്ലൈയും കൂടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യില്ലേ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും ആ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ എംപ്ലോയീസിന് നല്ല സന്തോഷമാവും. ഇവിടെ നിൽക്കണോ ചാടണോ എന്ന് വിചാരിച്ചിരിക്കണവർക്ക് നല്ല സന്തോഷം. നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനീൻ്റെ വരുമാനം കൂടാന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നല്ല ഇൻകം ഉള്ളൊരു കമ്പനിയാണെങ്കിൽ അവിടെ തുടർന്നു പോകാനാണ് എംപ്ലോയീസിന് ഇഷ്ടമുണ്ടാവുക. ക്രെഡിറ്റേഴ്സിന് സന്തോഷമാവും, അപ്പോൾ ഇവർക്ക് എൻ്റെ പൈസ തിരിച്ചു തരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും വരും. അപ്പം നല്ല ഏണിങ്സ് എനിക്ക് കിട്ടും, അപ്പം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്തായാലും നല്ല ഷെയർ കിട്ടും എന്നൊക്കെ നല്ലൊരു കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ബിസിനസ് കോൺഫിഡൻസ് വരും. അപ്പം ത്രൂ സെയിൽസ് മാക്സിമൈസേഷൻ, അപ്പോൾ സെയിൽ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് കൂടുതലും കിട്ടുള്ളൂ. അടുത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പം സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ആൻറ്റി സോഷ്യൽ പ്രാക്ടീസസ്. അപ്പം സൊസൈറ്റിക്ക് ഗുണകരമല്ലാത്ത പ്രാക്ടീസസൊക്കെ ബിസിനസ് അവോയ്ഡ് ചെയ്യണം. ഗീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പറ്റുന്ന രീതിയിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം, തൊഴിലവസരം കൊടുക്കണം. ഡു നോട്ട് കോസ് എനി ടൈപ്പ് ഓഫ് പൊല്യൂഷൻ എനി ടൈപ്പ്, ലൈക്ക് എയർ പൊല്യൂഷൻ ആയാലും വാട്ടർ പൊല്യൂഷൻ ആയാലും അതൊന്നും കോസ് ചെയ്യാതിരിക്കുക. പിന്നെ അഡൾട്രേറ്റഡ് ഗുഡ്സ് ഉണ്ടാവുമല്ലോ, മായമില്ലാത്ത ഗുഡ്സ് ആയിരിക്കണം വിപണിയിലേക്ക് ഇറക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഇനി ഹ്യൂമൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ പ്രഷ്യസ് റിസോഴ്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് അസെറ്റ് ആണ് അല്ലേ ഹ്യൂമൻ ബീയിങ്സ്, അല്ലെങ്കിൽ ആ വർക്കേഴ്സ് ഇൻ ദാറ്റ്
ഓർഗനൈസേഷൻ. അപ്പം ഇതാണ് മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ വെൽബീയിങ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. ഇഫ് ദേ ആർ ഇഗ്നോർഡ് അതർ ഒബ്ജക്റ്റീവ്സ് ഒന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ലേബറിന് എസെൻഷ്യൽ ആയിട്ടുള്ള നല്ല വർക്കിംഗ് ക്ലൈമറ്റ്, നല്ല സാലറി, ആ സംഭവങ്ങളൊക്കെ കൊടുക്കൂലേ. അപ്പോൾ അതൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള സെയിൽസ് കൂട്ടുന്നതായാലും ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് ഒന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ എപ്പോഴും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, ഗുഡ് വർക്ക് ക്ലൈമറ്റ് കൊടുക്കുക, പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അവരെയും കൂടെ തീരുമാനങ്ങൾ ബിസിനസ്സിലെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ ടേക്ക് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് കോൺഫിഡൻസ് വരും, കമ്പനീനോട് കൂടുതൽ ആത്മാർത്ഥത വരും. ടു മേക്ക് ജോബ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് ആക്കി മാറ്റണം. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം ആ ജോബ്. അതുപോലെ തന്നെ അവർ ഏത് ലെവലിലുള്ള ഡിഫറെൻറ്റ് ലെവലിലുള്ള എംപ്ലോയീസ് ആയാലും അവരെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യുക, നല്ല ന്യായമായിട്ട് നല്ല ഫെയർ ആയിട്ട് അവരോട് പെരുമാറണം. ഈവൻ മാനേജർ ആയാലും ആരായാലും ഇങ്ങനെയൊക്കെയുള്ള നല്ല വർക്കിംഗ് ക്ലൈമറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥതയിലും നല്ല ലോയലായിട്ടും നല്ല സപ്പോർട്ടൊക്കെ വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസും സപ്പോർട്ടൊക്കെ ആ ഓർഗനൈസേഷൻ്റെ സെയിൽസ് കൂട്ടാനുണ്ടായിരിക്കും. നല്ല ലോയലാവാന്ന് പറഞ്ഞാൽ നല്ല വിശ്വസ്തതയുള്ള എംപ്ലോയീസായിട്ട് കിട്ടും. വാട്ട് യു ഗീവ് വിൽ ഓൺലി കം ബാക്ക് എന്നല്ലേ. അപ്പം നല്ല രീതിയിൽ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരും തിരിച്ച് നല്ല രീതിയിലായിരിക്കും, ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളൊരു സർവീസായിരിക്കും തിരിച്ച് ഓർഗനൈസേഷന് തരിക. നാഷണൽ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പം നാഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിമൂവ് ഇനീക്വാളിറ്റി. അപ്പം കുറേ പേരിൽ പൈസ ഉണ്ട്, കുറേ പേര് റിച്ചാണ്, മറ്റൊരു പുവറാണ്. ഈ ഒരു പ്രശ്നം ഗവൺമെൻറ്റിന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താ നേഷന് കൊടുക്കാൻ പറ്റുക? നല്ല ഒരു ഇനീക്വാളിറ്റി ഇല്ലാതെ ഈക്വലായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റില്ലേ. എല്ലാവർക്കും തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ ഫെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെ കണ്ടിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. ടു പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദ നാഷണൽ പ്രയോറിറ്റീസ്. അപ്പം നേഷന് എന്താണ് ആവശ്യമുള്ളത് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊന്നും മലയാളത്തിൽ ക്ലാസ്സില്ല, എത്രയോ പേരായിരിക്കും അറ്റത്തെ സമയത്ത് വിഷമിക്കുന്നുണ്ടാവുക. അപ്പം നേഷൻ്റെ ഒരു പ്രയോറിറ്റിയാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് വേണം മലയാളത്തിൽ എന്നുള്ളത്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ടു പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദ നാഷണൽ പ്രയോറിറ്റിയാണ് ഈ നാഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. പിന്നെ സെൽഫ് റിലയൻ്റ് ആവുക കൺട്രി, അവോയ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ അതർ നേഷൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഇനീക്വാളിറ്റി ഇല്ലേ അതൊക്കെ മാറ്റുക, സെൽഫ് റിലയൻ്റ് ആക്കുക. പിന്നെ ഈ സെൽഫ് റിലയൻ്റ് ആവണം, നമ്മൾ മറ്റുള്ള കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, എല്ലാം നമ്മളെ കൺട്രിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അതാണ് നാഷണൽ ഒബ്ജക്റ്റീവ്, നേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവാണ് പറയുന്നത്. അപ്പം നമ്മളൊരു ഫേം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലാണല്ലേ ആ ഫേം ഇരിക്കുന്നത്. അപ്പം ഫേമിന് അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഒബ്ജക്റ്റീവും കൂടെ ആ ഫേമിനുണ്ട്. നേഷനെയാണ് ആ ഫേം സർവ് ചെയ്യുന്നത്. ആ ഫേമിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകത്തിലുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് നാഷണൽ ഒബ്ജക്റ്റീവിലുള്ള കാര്യമാണ് ട്രെയിൻ യങ് മെന്നെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ സ്കിൽ ഫോർമേഷന് ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പോൾ സ്കില്ലെങ്ങാനും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്നോവേഷൻ എങ്ങാനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ആണ് അവിടെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്കിൽ ഫോർമേഷന് വേണ്ടിയിട്ട് നാഷണൽ ആസ്പിറേഷൻസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അപ്പം ഹ്യൂമൻ ഒബ്ജക്റ്റീവിലും അതുപോലെ തന്നെ നാഷണൽ ഒബ്ജക്റ്റീവും തമ്മിൽ തെറ്റിക്കരുത്. ഇവിടെ ഈ യങ് മെന്നെ നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് സ്കിൽ ഫോർമേഷന് സഹായിക്കുന്നു. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ബൂസ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുമാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഹ്യൂമൻ ഒബ്ജക്റ്റീവിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നല്ല ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നല്ല ക്ലൈമറ്റ് ഉണ്ടാക്കുക, പിന്നെ ഇതുപോലെ തന്നെ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂട്ടുക, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ടേക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ
അതിന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഷോർട്ടാക്കിയിട്ടല്ല പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് കുറച്ച് വാസ്റ്റാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറഞ്ഞാൽ എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം സോൾ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമല്ല. ഒരു എൻ്റർപ്രൈസിന് പ്രോഫിറ്റ് കിട്ടൽ മാത്രമല്ല ശരിക്കുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇൻ റിയൽ വേൾഡിൽ അതർ ഒബ്ജക്റ്റീവ്സും കൂടെ ഉണ്ട്. അപ്പം ഇൻ റിലേഷൻ ടു സർവൈവലും ഗ്രോത്തിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതർ ഒബ്ജക്റ്റീവ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസും കൂടെ ഉണ്ട്. ലൈക്ക് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുക, സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഒരു എൻ്റർപ്രൈസിനുണ്ട് സർവൈവലും ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പുഷ്ടിപ്പെട്ട് അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒബ്ജക്റ്റീവും കൂടെ പരിഗണിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാത്രമേ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എൻ്റർപ്രൈസ് ഗ്രോത്തിലോ സർവൈവലിലോ ഒന്നും പോവില്ല. സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. സർവൈവ് ചെയ്ത് പിടിച്ച് നിന്നാൽ മാത്രമാണ് ഗ്രോത്തൊക്കെ നടക്കുള്ളൂ. ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമാണ് എക്സ്പാൻഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ 5 ഒബ്ജക്റ്റീവ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഓർഗാനിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുക. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവാണ് ഓർഗാനിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ സർവൈവ്, സ്റ്റേ അലൈവ്. അപ്പോൾ ബേസിക് മിനിമം ഒബ്ജക്റ്റീവാണത്. സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം ഒബ്ജക്റ്റീവ് ആവാൻ കാരണം എന്താ, കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അവിടെ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ, റിക്കവർ കോസ്റ്റ്. അപ്പം അവിടെ പ്രോഫിറ്റ് കിട്ടൂല. അപ്പോൾ അതാണ് മിനിമം ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് കുറച്ച് നാളൊന്ന് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ SGE ആണ്. അപ്പോൾ RL മേരീസിൻ്റെ തിയറിയിൽ പറയുന്നത് ഗോൾ ഓഫ് ദ മാനേജർ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് ആണ്, സബ്ജക്റ്റ് ടു മാനേജറിയൽ ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്. അപ്പം മാനേജറുടെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ പ്രൊമോട്ട് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ വളർത്തുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇത്ര ക്യാപിറ്റലേ ഉണ്ടാവുള്ളൂ, ഒരു ഫിക്സ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ പരിധിയിലൊക്കെ നിന്നുകൊണ്ട് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക, ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പം ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയാൻ കാരണം ഇങ്ങനത്തെ കോൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്. മാനേജറുടെ പരിധിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ പരിധിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഡിമാൻഡും ക്യാപിറ്റൽ സപ്ലൈയും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജറുടെ കഴിവ്. ഡിമാൻഡ് കൂട്ടുക, ക്യാപിറ്റൽ സപ്ലൈ കൂട്ടുക. ക്യാപിറ്റൽ അല്ലെങ്കിൽ മണി ഓർഗനൈസേഷൻസിലേക്ക് വരുന്നത് കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെയിൽസ് വർദ്ധിപ്പിക്കുക, അതിൻ്റെ അർത്ഥം ഡിമാൻഡ് വർദ്ധിപ്പിക്കുക ഓർഗനൈസേഷൻ്റെ. അതൊക്കെയാണ് മാനേജറുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് മാനേജർ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഒപ്പം തന്നെ ഡിമാൻഡ് കൂട്ടിയിട്ട് സെയിൽ കൂട്ടലാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ട പണികളും കാര്യങ്ങളും വർക്കുകളൊക്കെയാണ് മാനേജർ ചെയ്യേണ്ടതെന്നാണ് RL മേരീസ് പറഞ്ഞത്. അപ്പം ഓണേഴ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ്, ക്യാപിറ്റല്, പ്രോഫിറ്റ് കിട്ടുക, അതാണ് വരുമാനം കിട്ടുക എന്നുള്ളതാണ് ഓണറുടെ മെയിനായിട്ടുള്ള യൂട്ടിലിറ്റി ഫങ്ഷൻ. യൂട്ടിലിറ്റി മീൻസ് ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ ഓണറുടെ ജോലി. പിന്നെ മാർക്കറ്റ് ഷെയർ, മാർക്കറ്റ് ഷെയർ എത്ര പേര് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് എന്നൊക്കെയുള്ള ആ മാർക്കറ്റ് ഷെയറൊക്കെ അറിയുമ്പോഴാണ് ഓണർക്ക് ഭയങ്കര സന്തോഷമാവുന്നത്. പിന്നെ പബ്ലിക് റെപ്യൂട്ടേഷൻ, എങ്ങനെയാണ് പബ്ലിക് ഈ ഒരു കമ്പനിനെ അറിയപ്പെടുന്നത് എന്നൊക്കെയുള്ള ആ പബ്ലിക് റെപ്യൂട്ടേഷനൊക്കെയാണ് ഓണറുടെ യൂട്ടിലിറ്റി ഫങ്ഷൻ. എങ്കിൽ മാനേജറുടെ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സാലറി, പിന്നെ മാനേജർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവർ, പിന്നെ സ്റ്റാറ്റസ്, മാനേജർ എല്ലാവരുടെയും അടുത്തുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാവുമല്ലോ ആ ഒരു കമ്പനിയിൽ മാനേജറുടെ സ്റ്റാറ്റസ്. പിന്നെ ജോബ് സെക്യൂർ ആയിരിക്കും, പെട്ടെന്ന് പിരിച്ചുവിടുന്ന ജോലിയൊന്നും ആവില്ലല്ലോ, ജോബ് സെക്യൂരിറ്റി. അതൊക്കെയാണ് മാനേജറുടെ കോൺഫിഡൻസ്. ഓണറുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് റെപ്യൂട്ടേഷൻ, മാർക്കറ്റ് ഷെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 2 യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പം ഇത് കവറേജ് ഇൻ ടു എ സിംഗിൾ വാരിയബിൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാവുമ്പോഴാണ് സ്റ്റഡി ഗ്രോത്ത്, ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്ത്, നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഒരു ഓർഗനൈസേഷന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 യൂട്ടിലിറ്റി ഫങ്ഷൻ, മാനേജറുടെ ആയാലും ഓണറുടെ ആയാലും യൂട്ടിലിറ്റി ഫങ്ഷൻ ഒന്നിക്കുമ്പോഴാണ് ശരിക്കും
ഈ ഈ ഒരു സിംഗിളായിട്ട് അത് മാറുമ്പോഴാണ് സ്റ്റഡി ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം ഓർഗാനിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് മാനേജർ എന്ന് പറഞ്ഞ ആൾ പ്രോഫിറ്റ് മാത്രമല്ല ഒരിക്കലും എയിം ചെയ്യുക. പ്രോഫിറ്റ് മാത്രം എയിം ചെയ്യലല്ല ചെയ്യുന്നത്. റാദർ ദേ എയിം അറ്റ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ബാലൻസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ദ ഫേം വിച്ച് ഇൻവോൾവ്സ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ദ ഇൻക്രീസ് ഓഫ് ദ ഡിമാൻഡ് for the commodities of the firm and the rate of the increase of the capital supply. അപ്പം കണ്ടോ, ക്യാപിറ്റൽ സപ്ലൈയും ഡിമാൻഡും കൂട്ടുക എന്നുള്ളതായിരിക്കണം മാനേജറുടെ എയിം റാദർ ദാൻ ദി പ്രോഫിറ്റ്. അപ്പോൾ സെയിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെക്ക് പ്രോഫിറ്റ് കൂടിക്കുള്ളൂ. അതാണ് ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് കൊണ്ട് RL മാരീസ് ഉദ്ദേശിച്ചത്. ഇനി അടുത്താണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ ആയിരിക്കും എപ്പോഴും ഒരു ഫേമിന് ഉണ്ടാവുക. അത് തന്നെയാണ് ബേസിക് എക്സംഷൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴും നമ്മളെ എക്സംഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഏതൊരു ബിസിനസ്സും തുടങ്ങുക. എക്സംഷൻ മീൻസ് സങ്കല്പം എന്ന് പറയും. അപ്പം സിമ്പിൾ അല്ലെങ്കിൽ റാഷണൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്. അപ്പം ഈ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തന്നെ സിമ്പിളാണ്, റാഷണലാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അങ്ങനത്തെ അനുകൂലമായ ടു ഇക്വിലിബ്രിയം അനാലിസിസിനോട് അനുകൂലമായിട്ടുള്ളൊരു എസംഷൻ തന്നെയാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞത്. അത് ഈ നിയോ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക് തിയറിയുടെ ബേസിക് ആണ് അല്ലെങ്കിൽ ഹേർട്ടാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ എന്നാണ് ടെക്സ്റ്റിലൊക്കെ പറയുന്നത്. അപ്പം ഈ ഇക്വിലിബ്രിയം അനാലിസിസിൻ്റെ അതേപോലെ തന്നെയാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് അനുകൂലമാവുന്ന രീതിയിലാണ് പ്രോഫിറ്റ് മാക്സിമൈസിങ്. എന്തായാലും ഈ നിയോ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക് തിയറി പറയുന്നത് തന്നെ പ്രൈസ് ഡിസ്കവർ ചെയ്യുന്ന പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതല്ലേ ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ പ്രൈസൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക പ്രോഫിറ്റിനെ കണക്കാക്കിക്കൊണ്ടാണ്. അപ്പം ഫേം ഡിറ്റർമൈൻ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് പോളിസി ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം. ഫേം ഡിറ്റർമൈൻ ദ പ്രൈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരങ്ങനെയാണല്ലോ കോസ്റ്റ് കുറച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ശ്രമമാണ് എല്ലാ ഫേമും നടത്തുന്നത് വിത്തിൻ ദ കോൺസ്ട്രെയിൻസ്. അപ്പോൾ അവർ ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻറ്റും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അവർക്കുള്ള മെഷീൻസും ക്യാപിറ്റൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പ്രോഫിറ്റ് ഡിസിഷൻ എടുക്കുന്നത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് നല്ല രീതിയിൽ ഫേമിന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് നല്ല താല്പര്യമാവും. അപ്പോൾ ഫെയർ ഡിവിഡൻഡ് അവർക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വരും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന വരുമാനമാണ് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു പോർഷൻ അയാൾക്ക് കൊടുക്കും. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അയാളുടെ ഇൻകമാണ് ഡിവിഡൻഡ്. അപ്പോൾ അയാളുടെ ഇൻകം നല്ല ന്യായമായിട്ട് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കൂടിയാൽ കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനം സന്തോഷമായിരിക്കും ആ ഇൻവെസ്റ്ററിന് ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്താലോ, അതെ, അപ്പം നമ്മളെ കയ്യിൽ ഷെയർ ഉള്ളതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിലും ഡബിൾ വില സ്റ്റോക്കിന് ആയിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഒരു കമ്പനിക്ക് കൂടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഈ ഷെയർ മാർക്കറ്റിൽ കൂടും. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് NSE BSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ നല്ല വിലയിൽ അത് വിൽക്കാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ അവർക്ക് വരും. അപ്പോൾ പ്രൈസ് ഓഫ് ദി സ്റ്റോക്കും ഇൻക്രീസ് ചെയ്യും പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസും ബൂസ്റ്റ് ആവും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്.